എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ തനി നാടൻ നെയ്യപ്പമാണ്. ഈ ഒരു നെയ്യപ്പത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി പോലും മൈദ ചേർക്കുന്നില്ല. എങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കഴിക്കാനും സാധിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു നെയ്യപ്പ കൂട്ടും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. നമ്മുടെ കാറ്ററിംഗ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് കൂട്ടുകാർ വീടുകളിലെ കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ആവശ്യപ്രകാരമാണ് ഇന്നത്തെ ഈ ഒരു നെയ്യപ്പക്കൂട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നാടൻ നെയ്യപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് നെയ്യപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 4 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 കിലോ അളവിലാണ് ഉള്ളത്. നമുക്ക് ഈ പച്ചരി ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. നമ്മുടെ വീട്ടിൽ നിത്യമുള്ള പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അരിയിലേക്ക് കുതിർന്നു വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അരി ഇനി കുതിർന്ന് വരട്ടെ. അങ്ങനെ നമ്മുടെ അരി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ട് ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ വെള്ളം എല്ലാം ഒന്ന് വാലാൻ വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ അരിയുടെ വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ 2 തവണകൾ കൊണ്ടാണ് അരി അരച്ചെടുക്കാൻ പോകുന്നത്. ആദ്യ തവണ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി ഉരുക്കിയതാണ് അരി അരച്ചെടുക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കിലോ ശർക്കര ഒരു 2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതിൽ നിന്നും കുറച്ച് നമുക്കിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യ തവണ അരി അരച്ചെടുക്കുമ്പോൾ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അരച്ചെടുത്തിട്ട് വരാം. അരി അല്പം തരിതരിപ്പായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്തിട്ടുള്ള അരി ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള അരിയും ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം. രണ്ടാമത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുള്ള അരിയിലേക്ക് ഒരു 12 ഏലക്ക തോല് കളഞ്ഞത് കൂടെ ചേർക്കാം. വീണ്ടും ശർക്കര പാനി ഒഴിച്ച് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ രണ്ടാമത്തെ അരിയും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 കപ്പ് അളവില് അവിലാണ്. അവില് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. 1 കപ്പിന് 1/2 കപ്പ് എന്ന അളവിലാണ് അവില് വേണ്ടത്. നിങ്ങളിപ്പോൾ ഗ്ലാസ് അളവാണ് എടുക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് അവിലെടുത്താൽ മതിയാകും. 2 കപ്പ് അവിലും മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് കുറച്ചുകൂടെ ശർക്കര പാനി ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ അവില് അരച്ചെടുത്തിട്ടുള്ളതും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന 2 കപ്പ് ശർക്കര പാനിയും ഇവിടെ അരക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടി നല്ലതുപോലെ ഒന്ന് വടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാവ് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഇന്നത്തെ നെയ്യപ്പം തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് ഒരു തുള്ളി പോലും മൈദ ചേർക്കുന്നില്ല കേട്ടോ. മൈദ ചേർക്കാത്ത ഉണ്ണിയപ്പമാണ്. ഞാനിപ്പോൾ അവിലാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ അവിലിന് പകരമായിട്ട് ചോറാണെങ്കിലും എടുക്കാവുന്നതാണ്. നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വൈകുന്നേരമാണ് അരി കുതിർത്തി അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ രാവിലെയാണ് നമ്മൾ ഈ നെയ്യപ്പം തയ്യാറാക്കാൻ പോകുന്നതും. മാവ് ദാ ഇതുപോലെയാണ് നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. തവി മറിച്ച് നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ വരയിട്ടാൽ അത് കൂടി വരാത്തതാണ് കറക്റ്റായിട്ടുള്ളൊരു പരുവം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി കൂടെ ചേർക്കാം. വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് മാവ് ഒന്ന് ലൂസായി വല്ലതും പോവുകയാണെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ മാവ് നല്ല കട്ടിയായിട്ട് മാറുന്നതാണ്. അതിനും വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അരിപ്പൊടി ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ ഞാൻ നല്ലോണം തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ മാവ് നല്ലോണം മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് രാവിലെയാണ് നെയ്യപ്പത്തിനുള്ള മറ്റുള്ള ചേരുവകളൊക്കെ ചേർത്ത് നെയ്യപ്പം തയ്യാറാക്കുന്നത്. ഞാനിതിലേക്ക് സോഡാപ്പൊടിയോ ഈസ്റ്റോ അങ്ങനെയുള്ള ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന അതേ ഒരു ടേസ്റ്റിലാണ് കേട്ടോ നെയ്യപ്പം തയ്യാറാക്കുന്നത്. അരിപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് മാവ് കട്ടിയായി പോകാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു നുള്ളു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറ് കഴിയിട്ട് വീണ്ടും ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മാവ് ഇവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് മൂടി വെച്ച് കൊടുക്കുവാണ്. രാവിലെയാണ് നെയ്യപ്പം തയ്യാറാക്കാൻ പോകുന്നതും. അപ്പോൾ മാവൊന്ന് പൊങ്ങി സോഫ്റ്റ് ആയിട്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒരുപാട് ഫ്ലഫി ആയിട്ടൊന്നും പൊങ്ങി വീർത്തൊന്നുമല്ല നിൽക്കുന്നത്. ഒരു ലൂസായിട്ട് തന്നെയാണ് മാവ് ഇവിടെ ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് നെയ്യപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. അതിനു മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് നെയ്യില് നാളികേര കുത്ത് വറുത്തിടണം. നിങ്ങൾക്കിപ്പോൾ നെയ്ക്ക് പകരമായിട്ട് വെളിച്ചെണ്ണയിലും വറുത്തിടാം.
ഇടാവുന്നതാണ്. എങ്കിൽ കുറച്ച് നെയ്യ് ചേർക്കുമ്പോഴാണ് നെയ്യപ്പത്തിന്റെ ആ ഒരു തനതായ സ്വാദ് നമുക്ക് കിട്ടുന്നത്. നെയ്യിപ്പോ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര മുറി നാളികേരം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നാളികേരം ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ അളവിൽ കറുത്ത എള്ള് കൂടെ ചേർക്കാം. നിങ്ങൾക്ക് എള്ള് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനാണ് എള്ളും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എള്ളും ചേർത്ത് ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത് ഈ ഒരു ചൂടോടുകൂടി തന്നെ ഈ നെയ്യപ്പക്കൂട്ടിലേക്ക് ചേർക്കാം. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെയ്യപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി നെയ്യപ്പം വറുത്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. നെയ്യപ്പം എണ്ണയിലേക്ക് കോരി ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. പാനിലേക്ക് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് നേരം അനക്കാതെ തന്നെ വെച്ച് കൊടുക്കാം. ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. ഇനി എണ്ണ ഇതുപോലെ ഒന്ന് നടുഭാഗത്തേക്കൊന്ന് കോരി ഒഴിച്ചു. ആദ്യം ഉണ്ടാക്കുന്ന നെയ്യപ്പം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് വേണം നമുക്ക് നെയ്യപ്പം തയ്യാറാക്കാൻ. നടുഭാഗം മാത്രമാണ് നമുക്ക് പൊങ്ങി വരേണ്ടത്. നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് സോഡാപ്പൊടിയോ ഈസ്റ്റോ അങ്ങനെയുള്ള ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് മുരിയിച്ചെടുക്കുക. ഈ ഒരു സമയത്തും ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് വേണം നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒരു കളർ ചേഞ്ച് ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് വീണ്ടും ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ മുരിയിച്ചെടുക്കാം. ഇപ്പോൾ 2 ഭാഗവും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇതേ ഒരു കളറാകുമ്പോൾ നമുക്ക് നെയ്യപ്പം എണ്ണയിൽ നിന്നും കോരി മാറ്റുമ്പോൾ ഇതുപോലെ മറിച്ചെടുത്തതിന് ശേഷമായിരിക്കണം കോരി മാറ്റേണ്ടത്. ഇനി നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് നമുക്ക് മാവ് കോരി ഒഴിക്കാം. രണ്ടാമത്തെ നെയ്യപ്പവും നമ്മൾ മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പൊങ്ങി വീർത്തൊക്കെ വന്നിട്ടുണ്ട്. പൊങ്ങി വീർത്ത് 1 മിനിറ്റ് നേരം കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. വീണ്ടും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നെയ്യപ്പം മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. 2 ഭാഗവും നല്ലതുപോലെ ഒന്ന് കളർ മാറി വന്നാൽ പിന്നെ നമുക്കിതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മൂന്നാമതും നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ താത്തി വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് മുരിയിച്ചെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ നെയ്യപ്പം നമുക്കിവിടെ മുരിയിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഈ ഒരു നെയ്യപ്പ കൂട്ടിൽ ഒരു തുള്ളി പോലും സോഡാപ്പൊടി ചേർക്കുന്നില്ല, മൈദ ചേർക്കുന്നില്ല. എങ്കിലും നല്ല ഫ്ലഫി ആയിട്ടാണ് നമുക്ക് ഈ നെയ്യപ്പം മുരിയിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളതും. ഇന്നത്തെ ഈ ഒരു നെയ്യപ്പ കൂട്ട് വെച്ചിട്ട് നമുക്കൊരു 32 നെയ്യപ്പമാണ് നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാനും സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നെയ്യപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കൂട്ടുകാർക്ക് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ള അളവുകൾ ഒന്ന് കൂട്ടിയെടുത്താലും മതിയാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോകൾ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.